ഹലോ, ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിമ്പിൾ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന പോട്ടി ഫ്രൈ ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ. അതിനുവേണ്ടി പോട്ടി കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പിലയും കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ അതിന് വേണ്ടുന്നത് കുറേ സവാളയാണ് കേട്ടോ. ഞങ്ങളിവിടെ 1/2 കിലോ പോട്ടിയേ ഉള്ളൂ. അപ്പോൾ 4 സവാള, വലിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, അതുപോലെ സവാള അത്ര ചെറുതാക്കി അരിയണ്ട, അത്യാവശ്യം വലുപ്പത്തിൽ സവാള അരിഞ്ഞതും, അതുപോലെ പച്ചമുളക് 4ആയിട്ട് കീറിയിട്ടതും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച്, അതായത് 2-3 വെളുത്തുള്ളി ചതച്ചതും കൂടെയാണ് ചേർക്കുന്നത് കേട്ടോ. നമുക്കിവിടെ നല്ല വേവ് വേണം കേട്ടോ. അതുകൊണ്ട് പോട്ടി ഒരു 8 വിസിൽ വരെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ തുറന്നത്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ ഉള്ളതാണെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. നമ്മളിതിന് സാധാരണ കടുക് ഉപയോഗിക്കാറില്ല കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റും. എന്നിട്ട് അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ലതായിട്ട് വഴറ്റുക. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില കുറച്ച് അധികം ഇടുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു കറിവേപ്പ് മരം ഉള്ളതുകൊണ്ട് നമ്മൾ അഹങ്കാരം എല്ലാ കറികളിലും കാണിക്കാറുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില നമുക്കൊരു വീക്ക്നെസ്സും കൂടിയാണ്. അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വെന്ത് വെച്ചിരിക്കുന്ന പോട്ടിയും കൂടെ എടുത്ത് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടത് വഴണ്ട് നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.